നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. ആനയെ തളച്ചത് മണിക്കൂറുകൾക്ക് ശേഷം. തൃശൂരിൽ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഷിഗ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയോടും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനിടെ വില വർദ്ധിപ്പിക്കുന്നത് 3ാം തവണ. വിഷു ബമ്പർ 1ാം സമ്മാനം BB 135452 എന്ന ടിക്കറ്റിന്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും ആഭ്യന്തരമന്ത്രി. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുറ്റി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിലാണ് രാജി. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. വെറ്റിനറി സംഘം ആനയെ നിരീക്ഷിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന 3 കാറുകളും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർത്തു. കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ വരുന്നതിനിടെ തൃശൂർ ടൗൺ ഹാളിന് മുന്നിലാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ ടൗൺ ഹാൾ പരിസരത്തുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൌസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൌസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്ര വാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും തകർത്തു. ആന 2 മണിക്കൂറോളം ഹൌസിംഗ് കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പോലീസും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആനയെ തളച്ചത്. ആനയുടെ മുഖത്ത് പരിക്കുണ്ട്. സംഭവം അറിഞ്ഞ് രാജൻ പല്ലൻ MLA, മേയർ നിജി ജസ്റ്റിൻ, DFO ജേക്കബ് തോമസ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. വീടുകളൊക്കെ 2-3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ സ്ഥിതി. ഇടഞ്ഞ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റം നടന്നു. TCV ന്യൂസ്, തൃശൂർ. ആനയുടെ പരക്കം പാച്ചിലിൽ പരിഭ്രാന്തി ഒഴിയാതെ നാട്ടുകാർ. ആനയുടെ മുന്നിൽപ്പെട്ട അമ്മയും മകളും ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 300ഓളം വീടുകളുള്ള പ്രദേശത്താണ് ആന ഭീതി സൃഷ്ടിച്ചത്. കണ്ണിൽ കണ്ട വാഹനങ്ങൾ തകർത്തോടിയ ആന 2 മണിക്കൂറോളം ഗാന്ധിനഗർ പ്രദേശവാസികളെ വിറപ്പിച്ചു. ടൗൺഹാൾ പരിസരത്ത് വാഹനങ്ങൾ തകർത്തോടിയ ആന ചേറൂർ റോഡ് വഴി ഗാന്ധിനഗറിലേക്ക് കടന്നതോടെയാണ് കൂടുതൽ അക്രമാസക്തനായത്. ഗാന്ധിനഗർ ഫസ്റ്റ് സ്ട്രീറ്റിലേക്ക് കടന്ന ആന വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു. തുടർന്ന് മതിൽ തകർത്ത് ആളൊഴിഞ്ഞ പറമ്പിലൂടെ മറുഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ആനയുടെ ഒപ്പം എത്താൻ പാപ്പാന്മാർ ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നു. ആനയുടെ മുന്നിൽപ്പെട്ട അമ്മയും മകളും ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. നാട്ടുകാർ ബഹളം വെച്ച് ആനയുടെ ശ്രദ്ധ തിരിച്ചാണ് ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഒരു പറമ്പിൽ നിലയുറപ്പിച്ച ആനയെ തണുത്ത വെള്ളമൊഴിച്ച് ശാന്തമാക്കി. ഇതിനിടെ നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി. എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ തളച്ചതോടെ മണിക്കൂറുകൾ നീണ്ട ഉദ്യോഗ നിമിഷങ്ങൾക്ക് പരിസമാപ്തിയായി. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഷിഗ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ
ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഓടുന്നുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിന്റേതാണ് ആന. ആനയെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടുമെന്ന് ഉറപ്പുവരുത്തും. നിയമലംഘനങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെയും സോഷ്യൽ ഫോറസ്ട്രി ACFന്റെയും റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ അടിയന്തര യോഗം ചേർന്ന് റിപ്പോർട്ടുകൾ വേഗത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില ശനിയാഴ്ച ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിച്ചു. 10 ദിവസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ വിലവർധനയാണിത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 112 രൂപ 60 പൈസയായി. ഡീസൽ വില 101 രൂപ കടന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിൽ വില കുതിച്ചുയർന്നതാണ് വില വർദ്ധിപ്പിക്കാൻ കാരണം. മെയ് 15 മുതലാണ് വിലവർധനയുടെ ഭാരം പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഘട്ടം ഘട്ടമായി ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ തുടങ്ങിയത്. മെയ് 15-ന് ലിറ്ററിന് 3 രൂപയും തുടർന്ന് മെയ് 19-ന് 90 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ആകെ ലിറ്ററിന് ഏകദേശം 5 രൂപയോളമാണ് വർദ്ധിച്ചത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബമ്പർ VB 135452 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി ഓഫീസ് ഏജന്റ് D അനിലാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത്. ഇതേ നമ്പറുകൾ വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദനർകോഫ് ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം വരുത്തും. സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചു. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കാൻ നടപടി സ്വീകരിക്കും. പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സൈബർ ക്രൈം തടയാൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുറ്റി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിലാണ് രാജി. ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്മാരായ ജഗദീഷ്, സലീം കുമാർ, സംവിധായകൻ ദീപു കരുണാകരൻ എന്നിവരുടെ പേരുകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ആയിരുന്നു ആക്ടിംഗ് ചെയർമാൻ. ഇദ്ദേഹത്തെ മാറ്റിയാണ് 6 മാസം മുൻപ് റസൂൽ പൂക്കുറ്റിയെ നിയമിച്ചത്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കലിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ മുൻ സർക്കാർ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. കണിമംഗലം പാലത്തിന് സമീപം റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നതാണ് വാഹനക്കുരുക്കിന് കാരണമാകുന്നത്. ഗതാഗത തിരക്കേറിയ രാവിലെയും വൈകിട്ടുമാണ് കുരുക്ക് അതിരൂക്ഷമാകുന്നത്. സംസ്ഥാന പാതയിൽ ഇരിങ്ങാലക്കുട വരെ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായെങ്കിലും ഈ ഭാഗം മാത്രം 200 മീറ്ററോളം പുനർനിർമ്മിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. റോഡിന്റെ മറ്റു ഭാഗങ്ങൾ ഇരുവശത്തും നടപ്പാത ടൈൽ പാകിയും ബോർഡർ ലൈനുകൾ വരച്ചും നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടെ മാത്രം പുനർനിർമ്മിക്കാത്തത് വിചിത്രമാണെന്ന ആക്ഷേപമുയരുന്നുണ്ട്. സ്കൂളുകൾ തുറക്കുകയും മഴക്കാലം ശക്തമാകുകയും ചെയ്യുന്നതോടെ റോഡിലെ കുഴികൾ വെള്ളം നിറഞ്ഞ് ഗതാഗതം കൂടുതൽ ദുഷ്കരമാവുകയും കുരുക്ക് രൂക്ഷമാക്കുകയും ചെയ്യുമെന്നുറപ്പാണ്. റോഡ് പുനർനിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് പുതിയ സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. UDF MLAമാർക്ക് തൃശൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി. മന്ത്രി OG ജനീഷ്, MLAമാരായ രാജൻ ജെ പല്ലൻ, തോമസ് ഉണ്ണിയാടൻ, സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി OG ജനീഷ് ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സുനിൽ അന്തിക്കാട്, K ഗിരീഷ് കുമാർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഷിപ്പിംഗ് മേഖലയിലെ പ്രതിസന്ധി വിലക്കയറ്റത്തിനിടയാക്കുമെന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഏരിസ് ഗ്രൂപ്പിന്റെ മേധാവി ഡോക്ടർ സോഹൻ റോയ്. തൃശൂരിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു സോഹൻ റോയ്. ഇത് ഒരു ആഗോള പ്രശ്നമാണ്.
പക്ഷെ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കേരളത്തെ ആയിരിക്കും ഇനി. കാര്യം അതിൻ്റെ കാറ്റ് അവിടുന്ന് അടിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഇവിടെ വരുന്നേ ഉള്ളൂ. കാര്യം കേരളത്തിൻ്റെ സമ്പദ്ഘടന മൊത്തം ഗൾഫിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ ഗൾഫ് മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയിൽ. കാര്യം ഒരുപാട് പേർക്ക് പ്രോബ്ലം ഉണ്ട് അവിടെ. അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും വരുമാനത്തെ ബാധിക്കും, തൊഴിലിനെ ബാധിക്കും, അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിനെ ബാധിക്കും. അതുപോലെ ഇവിടെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ആഗോളപരമായി പറഞ്ഞാൽ വേൾഡിലെ ഒരു 90% കാർഗോ മൂവ്മെൻറ്റ് നടക്കുന്ന കടലിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റിൻ്റെ പിന്നിലും ഒരു കപ്പലിൻ്റെ യാത്രയുണ്ട്. ആ കപ്പലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിലയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുകയോ ചെയ്യുമ്പം അതെല്ലാവരെയും ബാധിക്കും. അത് വിലക്കയറ്റം നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ. സമയത്തിന് സാധനങ്ങൾ കിട്ടാതിരിക്കുക, ഏത് മാനുഫാക്ചറിങ്ങിലും ഒരു ഐറ്റം വരാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനം നിൽക്കും. അത് തീർച്ചയായിട്ടും ഈ കാർഗോ മൂവ്മെൻറ്റ് ഉണ്ടായ പ്രശ്നം ഈ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ അത് ബാധിച്ചു കഴിഞ്ഞു. എല്ലാ മേഖലയിലും ഇത് ബാധിക്കും. എത്ര കാലം നിലനിൽക്കുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. ഈ സംഘർഷാവസ്ഥ ഉടനെ അവസാനിച്ചാലും പ്രതിസന്ധി കുറച്ച് നാൾ കൂടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ഇത് ബാക്ക് ടു ഒരു എക്കോസിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നിടത്തു നിന്ന് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുത്തുന്നിരിക്കും. കാര്യം എല്ലാവരും പലരും തൊഴിൽ വിട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും, മറ്റു തൊഴിലിലേക്ക് പോകും, പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരിക പൂർണ്ണസ്ഥിതിയിലേക്ക് പഴയതുപോലെ വരണമെങ്കിൽ സമയമെടുക്കും. എരീസ് ഗ്രൂപ്പിന്റെ അധിപതിയായ ശ്രീ സോഹൻ റോയ് ഷിപ്പിംഗ് മേഖലയിൽ ഉൾപ്പെടെ അന്തർദേശീയ തലത്തിൽ വ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയാണ് വർഷങ്ങളോളമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെ നമ്മൾ കാണുകയും വേണം. ഈ വിലക്കയറ്റം വരുന്ന നാളുകളിൽ കേരളത്തെ ഉൾപ്പെടെ പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. Discover is Lavraiko there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. എട്ടാമാട്ടിൽ മണ്ണൂരിൽ അസീസിന്റെ മകൻ 24 വയസ്സുള്ള അജ്മലാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. നിർമ്മാണത്തിലുള്ള പുതിയ വീടിന്റെ ഇലക്ട്രിക് ജോലിക്കെത്തിയതായിരുന്നു അജ്മൽ. ജോലിക്കിടയിൽ ഇരുമ്പ് കോണിയിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ടു കമ്പനിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ തൊഴിലാളി മരിച്ചു. കല്ലൂർ പള്ളം വെണ്ടൂരുത്താൻ വീട്ടിൽ 53 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ടിപ്പർ ലോറിയുടെ അടിയിൽപ്പെട്ട് സത്യനെ കണ്ടത്. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കമ്പനിയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കമ്പനിയിലെ തൊഴിലാളിയായ സത്യൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അപകട കാരണം വ്യക്തമല്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ചാവക്കാട് എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള മുംതാസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി പാലപ്പെട്ടിയിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. ചേലക്കര അന്തിമഹാകാളൻകാവ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട ടാക്സി വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഇരിപ്പിക്കൽ വീട്ടിൽ ബീവാത്തുമ്മയാണ് മരിച്ചത്. 79 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് ബീവാത്തുമ്മയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റത്. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ എ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ പി വി ഹനീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദി ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ 45ാമത് വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ശാസ്താംപാട്ട് മാമാങ്കം അരങ്ങേറും. പൊതുസമ്മേളനം കേരള സംഗീത നാടക അക്കാദമി അംഗം പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കലാസംഘം രക്ഷാധികാരി മച്ചാട് സുബ്രഹ്മണ്യൻ അറിയിച്ചു.
മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം വാർഡിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും SSLC വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MV മിനി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR റെനി, വെള്ളിക്കുളങ്ങര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷബാസ് K കാസിം, നർക്കോട്ടിക് സെൽ റൂറൽ SI AN സിജു, വാർഡ് മെമ്പർ ശ്രീജ, പഞ്ചായത്ത് അംഗം KR ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് 9-ാം വാർഡിലെ പുതുമ അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. മലയാറ്റിൽ ജ്യോതി ബാസ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 24 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന ബാൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 11-ാം വാർഡിൽ കുട്ടികൾക്കായി വ്യക്തിത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിഭി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി ജിജു, പഞ്ചായത്ത് അംഗം ജിസി പൌലോസ്, ക്യാമ്പ് കോർഡിനേറ്റർ K പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. MES സ്ഥാപക നേതാവ് ഡോക്ടർ PK അബ്ദുൽ ഗഫൂറിന്റെ 42-ാം ചരമവാർഷിക ദിനത്തിൽ MES തൃശൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. മോഡേൺ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, MES സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KM അബ്ദുൽ സലാം, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, VM ഷൈൻ, ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ലേഡീസ് ഡ്രസ് മെറ്റീരിയലുകളുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകളുമായി പരാഗ് NX ഷോറൂം തൃശൂർ ഷൊർണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വരാജ് റൗണ്ട് നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷന് സമീപം ആരംഭിച്ച പരാഗ് NX ഷോറൂമിന്റെ ഉദ്ഘാടനം തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് പള്ളി ഇമാം ഇബ്രാഹിം ഫലാഹി നിർവഹിച്ചു. ഷോറൂം സാരഥികൾ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. സ്ത്രീകളുടെ വസ്ത്ര സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ മിഴിവും മികവുമേകുന്ന വിവിധ ശ്രേണിയിൽപ്പെട്ട ഡ്രസ് മെറ്റീരിയലുകളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളാണ് 2 നിലകളിലായി ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഡെയിലി വെയറുകൾക്ക് പുറമെ വെഡ്ഡിംഗ് വെയർ, പാർട്ടി വെയർ, പുതുപുത്തൻ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ തുണിത്തരങ്ങൾ എന്നിവയുടെയെല്ലാം വിപുലമായ ശേഖരവും പരാഗ് NX ഷോറൂമിന്റെ പ്രത്യേകതയാണ്. പ്ലെയിൻ മെറ്റീരിയൽസിന്റെ പ്രത്യേക സെക്ഷൻ തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വെൽവെറ്റ്, ഫെൻഡി, ടർക്കിഷ് ഓർഗൻസ്, വിചിത്ര സിൽക്സ് ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകളും ഷോറൂമിൽ ലഭ്യമാണ്. അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾക്ക് പുറമെ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഡ്രസ് മെറ്റീരിയലുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ഷോറൂം ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. ഡെയിലി പ്രിന്റഡ് മെറ്റീരിയൽസ് വെറും 49 രൂപ മുതലും വർക്ക് മെറ്റീരിയൽസ് 149 രൂപ മുതലും ഷോറൂമിൽ നിന്നും സ്വന്തമാക്കാം. വലിയ പെരുന്നാൾ പ്രമാണിച്ചുള്ള പ്രത്യേക കളക്ഷനും പരാഗ് NX ഷോറൂമിൽ സജ്ജമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8921861044. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. ആനയെ തളച്ചത് മണിക്കൂറുകൾക്ക് ശേഷം. തൃശൂരിൽ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയോടും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനിടെ വില വർദ്ധിപ്പിക്കുന്നത് 3ാം തവണ. വിഷു ബമ്പർ 1ാം സമ്മാനം VB 135452 എന്ന ടിക്കറ്റിന്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും ആഭ്യന്തരമന്ത്രി. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുറ്റി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിലാണ് രാജി. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.